അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇവിടെ മൗലവി പെരുന്നാളും ജുമഅയും ഒരുമിച്ച് വന്നാൽ ജുമഅ ഒഴിവാക്കാം, ഫർള് ഐനായ ജുമഅ ഒഴിവാക്കാം, സുന്നത്തും മുഅക്കദായ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി എന്ന കാര്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഹദീസ് കൊണ്ടുവന്നു. എൻ്റെ ഒരു ചോദ്യം, റഖസ എന്ന പദത്തിൻ്റെ അർത്ഥം ഇളവ് കൊടുത്തു. റുഖ്സ എന്ന് പറഞ്ഞാൽ ഇളവ് കൊടുത്തു എന്നാണല്ലോ. ഈ റഖസ എന്നതിൻ്റെ മഫ്ഊല് നബിയാണ് ഇളവ് കൊടുത്തത് ജുമായിക്ക്. അപ്പോൾ ആ കൊടുത്തവർ ആരാണ് എന്ന് പറഞ്ഞാൽ ആ മഫ്ഊല് ആരാണ്? കൊടുത്ത ആൾ നബിയാണ്. ആർക്കാണ് ഈ ഇളവ് കൊടുത്തിരിക്കുന്നത്? അന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വന്ന എല്ലാവരുമാണോ? അതല്ല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണോ? അവരെ നബിതങ്ങൾക്ക് ഒഴിവാക്കി കൊടുത്തതാണോ? അതിനെക്കുറിച്ച് മുഹദ്ദിസീങ്ങളുടെ നിലപാട് എന്താണ്? അത് നഖ്ല് സഹിതം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ മുസ്ലിയാർ ചോദിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയുടെ കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അഥവാ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചാൽ ഒരേ ദിവസമായി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ഫിൽ ജുമുഅ, ജുമുഅയുടെ കാര്യത്തിൽ റുഖ്സ നൽകിയിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട്. ഇത് ആർക്കുള്ള ഇളവാണ്? പണ്ഡിതന്മാരുടെ മുഹദ്ദിസുകളുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയണമെന്നാണ് മുസ്ലിയാരുടെ അഭ്യർത്ഥന. മുസ്ലിയാരുടെ ചോദ്യം നാം പരിഗണിച്ചിരിക്കുന്നു. ഇവിടെ നാം നേരത്തെ ഈ ഒരു വിഷയം ചർച്ച ആരംഭിച്ചപ്പോൾ മഹാനായ ഇബ്നു ഖുദാമയുടെ കിതാബാണ് നാം ഉദ്ധരിച്ചത്. ആ കിതാബിൽ വ്യക്തമായ ഹദീസുകൾ തെളിവാക്കിക്കൊണ്ട് വിശദീകരിക്കുന്നു മഹാനവറുകൾ. അപ്പോൾ അതിലുള്ള ഒരു ഹദീസാണ്, രണ്ട് പെരുന്നാളുകൾ ജുമുഅയും പെരുന്നാൾ ദിനവും ഒന്നിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കരിച്ചതിന് ശേഷം റഖസ ഫിൽ ജുമുഅ, ജുമുഅയുടെ കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. ആർക്കുള്ള ഇളവാണ്? ഇവിടെ ഈ ഒരു ഹദീസ് തെളിവാക്കുന്നതിന് മുമ്പ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് കിതാബുൽ മുഗ്നിയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. വഇൻ ഇത്തഫഖ ഈദുൻ ഫി യൗമി ജുമുഅത്തിൻ, പെരുന്നാളും വെള്ളിയാഴ്ച ദിവസവും ഒന്നിച്ചാൽ സഖത ഹുദൂറുൽ ജുമുഅത്തി അമ്മൻ സല്ലൽ ഈദ. ആർക്കാണ് ഈ ഇളവുള്ളത്? മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് അമ്മൻ സല്ലൽ ഈദ, പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച ആൾക്കാർക്കൊക്കെ ഈ ഒരു ഇളവ് ബാധകമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ പങ്കെടുക്കുക എന്ന നിർബന്ധ ബാധ്യത ഒഴിവായി. സഖത ഹുദൂറുൽ ജുമുഅത്തി അമ്മൻ സല്ലൽ ഈദ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു ഹദീസിന്റെ ആശയവും അതിന്റെ താല്പര്യവും ഉമൂമാണ്. ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം ഉള്ള ഒരു ഇളവല്ല. മൻ ശാഅ അൻ യുസല്ലിയ ഫലിയുസല്ലി, മൻ ശാഅ അൻ യുജമ്മിഅ ഫലിയുജമ്മിഅ. അതായത് വെള്ളിയാഴ്ച നമസ്കാരം, ജുമുഅ നമസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമസ്കരിക്കാം, അവർ നമസ്കരിച്ചു കൊള്ളട്ടെ. അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസിന്റെ ഉമൂമ് പരിഗണിച്ചുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാ മുസ്ലിമീങ്ങൾക്കും അത് ബാധകമാണ്. ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമുള്ള ഇളവല്ല എന്ന് ബോധ്യമാകുന്നു. ഇതേ ആശയം തന്നെ മഹാനായ ഇബ്നു ഖുദാമയുടെ വേറൊരു കിതാബാണ് കിതാബുൽ കാഫി. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു അബ്ദുൽ വഹാബ് പോലെയുള്ള പണ്ഡിതന്മാരോടൊക്കെ മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പണ്ഡിതനാണ് മഹാനായ മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ വേറൊരു കിതാബാണ് കിതാബുൽ കാഫി. ഇതിനും പറയുന്നുണ്ട്,
ലം തൽസംഹുമുൽ ജുമുഅ, പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ ഒത്തുവന്നാൽ ഫസല്ലവുൽ ഈദ, അതായത് മുസ്ലിമീങ്ങളൊക്കെ ഈദ് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ലം തൽസംഹുമുൽ ജുമുഅ, അവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅ നിർബന്ധമല്ല. അപ്പം അതിന് നിബന്ധന എന്താണ്? പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു കൊള്ളണം. പെരുന്നാൾ നമസ്കാരം ജമാഅത്തായിട്ട് അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്തല്ല? ജുമുഅ നിർബന്ധമല്ല. വയുസല്ലൂന ളുഹ്റൻ, അവര് ളുഹ്ർ നമസ്കരിച്ചു കൊള്ളട്ടെ. എന്നിട്ട് നാം ഉദ്ധരിച്ച ഹദീസാണ് തെളിവാക്കുന്നത്. ലിമാ റവാ സയ്യിദ് ഇബ്നു അർഖം ഖാല ശഹിദ്തു മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈനി ഇജ്തമഅ ഫീ യൗമിൻ, ഒരേ ദിവസം രണ്ട് പെരുന്നാളുകൾ ഒന്നിച്ച് വന്നപ്പോൾ ഫസല്ലൽ ഈദ, റസൂലുള്ളാഹി ഈദ് നമസ്കാരം നിർവഹിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅതി, എന്നിട്ട് ജുമുഅന്റെ കാര്യത്തിൽ ഇളവ് നൽകി. ഫഖാല മൻ ശാഅ അൻ യുജമ്മിഅ ഫൽയുജമ്മിഅ, അതായത് ജുമുഅ നമസ്കാരം നടത്തിക്കൊള്ളാൻ നിർവഹിച്ചു കൊള്ളാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അങ്ങനെ നിർവഹിക്കാം, അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം എന്ന അർത്ഥമാണ് പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയത്. ഈ വിഷയത്തിൽ നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഖിലാഫുള്ള വിഷയമാണ്, തർക്കമുള്ള വിഷയമാണ്. പക്ഷേ പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കുള്ള ഇളവാണെന്ന് മനസ്സിലാകുന്നു. കാരണം മൻ ശാഅ അൻ യുജമ്മിഅ ഫൽയുജമ്മിഅ, മൻ ശാഅ അൻ യുസല്ലി ഫൽയുസല്ലി എന്നൊക്കെ ശരിക്കും അത് ഉമൂമിന്റെ പ്രയോഗമാണെന്ന് മാത്രമല്ല, രണ്ട് പെരുന്നാളുകൾ ഒന്നിച്ചു എന്ന ഇല്ലത്താണ് ഇവിടെ ഹദീസിലൂടെ നാം മനസ്സിലാക്കുന്നത്. എന്താണ്? രണ്ട് പെരുന്നാളുകൾ ഒന്നിച്ചു. എന്താണ്? ഒന്ന് ഈദുൽ ഫിത്റും രണ്ട് ജുമുഅയും. ഇത് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ വിദൂരത്തുള്ള ആൾക്കാർക്കുള്ള ഇളവാണോ? ഒരിക്കലുമല്ല. ഈ ഒരു തഅലീൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ, നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കുമുള്ള, പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള ഹുക്കുമാണ് എന്ന് ഹദീസിലൂടെ മനസ്സിലാക്കപ്പെടുന്നു. അതേപോലെ മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ പ്രമാണബദ്ധിതമായ, പ്രമാണത്തിന് വെളിച്ചത്തിലുള്ള വിശദീകരണം മാത്രമാണ് ഇവിടെ നാം നടത്തിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഇബ്നു സുബൈറിന്റെ ഹദീസിലൂടെയും അസറിലൂടെയും ഈ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നു. വല്ലാഹു അഅലം. അതേപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നുൽ ജൗസി ഹിജ്റ 597 മരണപ്പെട്ട മുഹദ്ദിസും ഫഖീഹും മുഫസ്സിറും ആണ് അബുൽ ഫറജ് അബ്ദുറഹ്മാൻ ഇബ്നു അലി ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ. ഹിജ്റ 597 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കിതാബാണ് കശ്ഫുൽ മുഷ്കിലി മിൻ ഹദീസ് സ്വഹീഹൈൻ. ബുഖാരി മുസ്ലിം ഹദീസുകളുടെ വിശദീകരണമാണ് കശ്ഫുൽ മുഷ്കിൽ. അപ്പം അതിൻ്റെ 1-ാം വാള്യം 95-ാമത്തെ പേജിൽ മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയുന്നുണ്ട്, വഅമ്മാ ഇദാ ഇത്തഫഖൽ ഈദു യൗമൽ ജുമുഅത്തി ഫഇൻദനാ അന്നഹു യുജ്സിഉ ഹുദൂറുഹു അൻ ഹുദൂരിൽ ജുമുഅത്തി. അതായത് പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ നമ്മുടെ വീക്ഷണപ്രകാരം പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് കൊണ്ട് മതിയാകുന്നു. ഏതിൽ നിന്ന്? അൻ ഹുദൂരിൽ ജുമുഅത്തി, അതായത് വെള്ളിയാഴ്ച ജുമുഅയിൽ പങ്കെടുക്കുന്നതിന് പകരമായി അതുകൊണ്ട് മതിയാക്കാവുന്നതാകുന്നു. വഹുവ ഖൗലു ശഅബിയ്യി വന്നഖഈ ഖിലാഫൻ ലിഅക്സരിഹിം. ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളുടെ വീക്ഷണം വേറെയാണെങ്കിൽ തന്നെ മഹാനായ ഇമാം ശഅബി, നഖഈ പോലെയുള്ള താബിഈ പണ്ഡിതന്മാരുടെയും വീക്ഷണം ഇപ്രകാരമാകുന്നു. എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് ജുമുഅന്റെ വിഷയത്തിൽ ഇളവുണ്ട്. വയദുല്ലു അലാ മദ്ഹബിന, നമ്മുടെ ഈ വീക്ഷണം അഥവാ ഈ മദ്ഹബിന്റെ തെളിവെന്താകുന്നു? മാ റവാ അബൂ ദാവൂദ മിൻ ഹദീസ് സയ്യിദ് ഇബ്നു അർഖം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ ഈദ സുമ്മ റഖസ ഫിൽ ജുമുഅത്തി. അപ്പം വെള്ളിയാഴ്ച ദിവസം പെരുന്നാളൊക്കെ ഒന്നിച്ചു വന്നാൽ ജുമുഅന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി ഇളവ് നൽകിയിട്ടുണ്ട്. അത് ആർക്കുള്ളതാണ്? പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്കൊക്കെ ആ ഒരു റുഖ്സ ബാധകമാണ് എന്ന രൂപത്തിൽ വളരെ കൃത്യമായി തന്നെ മഹാനായ ഇബ്നുൽ ജൗസിയുടെ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും.